എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. ആ വ്യക്തിക്ക് ഉണ്ടായ മാറ്റം ഇതാണ്. നിങ്ങളുടെ വ്യക്തിക്ക്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് നാം നോക്കുന്നത്. നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചെമ്പോത്ത് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നു, എന്നും നിങ്ങൾക്കൊപ്പം നിൽക്കാൻ മാനസികമായി ആഗ്രഹിക്കുന്നു. പക്ഷേ കുറച്ച് നാളുകളായി ആ വ്യക്തിയിൽ നിങ്ങൾ കണ്ട മാറ്റങ്ങൾ എങ്ങനെയുള്ള മാറ്റങ്ങളാണ്? ആ വ്യക്തിയുടെ മാറ്റങ്ങൾ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളോടൊപ്പം സ്നേഹവും നിങ്ങളോടൊപ്പം താല്പര്യവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോഴും ആ വ്യക്തി എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഈ പിൻവലിയൽ കാണുമ്പോൾ നിങ്ങളൊരു പക്ഷേ കരുതും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, നിങ്ങളുടെ വ്യക്തി പിൻവലിഞ്ഞ് പോവുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയല്ല, നിങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞു പോവുകയല്ല. നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ വ്യക്തി പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന ചില സത്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അതേപടി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും തെറ്റായി ഉൾക്കൊള്ളുകയും ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ ആ വ്യക്തി നിങ്ങളുടെ നന്മയെ കരുതി ചെയ്ത കാര്യങ്ങൾ പോലും അതിൻ്റെ അന്തസത്ത ഉളവാക്കാൻ കഴിയാതെ നിങ്ങൾ മാറിപ്പോകുന്നു. ആ വ്യക്തിക്ക് വിശ്വസ്തതയിൽ ഒരു കുറവുണ്ടായിട്ടില്ല, ആ വ്യക്തിക്ക് ആത്മാർത്ഥതയിൽ ഒരു കുറവുണ്ടായിട്ടില്ല. ആ വ്യക്തി ഇപ്പോഴും എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ആളാണെന്ന് കാണിക്കുന്ന കാര്യം ഒരുപക്ഷെ അവർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങളെ കരുതി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഓരോ ദുഃഖങ്ങളും നിങ്ങൾ പറയാതെ അറിയാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അകന്നു നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരകൽച്ചയുമില്ല. സ്നേഹത്തോടെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹത്തോടെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദളങ്ങളിലും നിങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്നും പറ്റരുതേ, നിങ്ങൾക്ക് ഒരാപത്തും വരരുതേ എന്ന് കരുതി നിങ്ങൾ പോയിടത്തേക്ക് തന്നെ ഭയപ്പാടോടെ ഭീതിയോടെ നോക്കി നിൽക്കുന്നു. നിങ്ങളെ ഭീതി ഉണ്ടായിട്ടല്ല, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ. നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടാവും ആ വ്യക്തിയെ ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയമേവ തോന്നിയിട്ടുണ്ടാവും ഈ വ്യക്തി അത്ര മികച്ചതല്ല, ഈ വ്യക്തി അത്ര നല്ലതല്ല എന്നൊക്കെ. പക്ഷേ നിങ്ങൾ അറിയുന്നതിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും ഒക്കെ അപ്പുറത്ത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനസ്സുണ്ട്. നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളോടൊപ്പം ജീവിക്കാനും നിങ്ങൾക്ക് സംരക്ഷണമായി എന്നെന്നും കരുതലായി കൂടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒന്നും പറയാതിരുന്നാലും പറഞ്ഞാലും ആ വ്യക്തിക്ക് സ്നേഹമുണ്ട്. ഇനി നിങ്ങളെ കാപട്യത്തോടെ വഞ്ചിക്കുന്ന ആളുകളെയും ആ വ്യക്തിയെയും ഒരുപോലെ നിങ്ങൾ ഗണിച്ചു നോക്കരുത്, അല്ലെങ്കിൽ തട്ടി നോക്കരുത്. ഒരേ രീതിയിൽ അവരെയും നിങ്ങളെയും കണക്കാക്കരുത് ബാഹ്യമായ സംസാരത്തിൻ്റെ പേരിൽ. അവർ നിങ്ങളെ വഞ്ചിക്കാനുള്ളവർ പല മയക്ക് സംസാരങ്ങളും നിങ്ങളോട് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ വ്യക്തി എന്നും നിങ്ങളോട് ഹൃദയത്തിൽ കലവറയില്ലാത്ത സ്നേഹം സൂക്ഷിക്കുകയും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ആ മാറ്റങ്ങൾ പോസിറ്റീവാണ്, നിങ്ങളതുകൊണ്ട് ഭയപ്പെടണ്ട. അടുത്തതായിട്ട് തത്തമ്മ പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗ് ആണ്. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് അംഗീകരിക്കാനോ സ്വന്തം താല്പര്യത്തിൽ ഒരു അഹം ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. താൻ ഒരു സ്ഥലത്തും തോക്കരുത്, താൻ ആരുടെയും മുമ്പിലും തോറ്റുപോകരുത്, അല്ലെങ്കിൽ കുറഞ്ഞു പോകരുത് എന്നുള്ള ഒരു ദുരഭിമാനം എപ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട്. താൻ എല്ലാത്തിനും മീതെയാണെന്നുള്ള നിഷ്കളങ്കമായ ഒരു അഹംഭാവം എപ്പോഴും ഉള്ളൊരു വ്യക്തിയാണ്. കെട്ടിലും മട്ടിലും തന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളോടുള്ള സംസാരത്തിലും നിങ്ങളോടുള്ള പെരുമാറ്റത്തിലും
നിങ്ങളെ വേദനിപ്പിക്കുന്ന പല ചിന്തകളും പ്രവൃത്തികളും സംസാരങ്ങളും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം എന്ന് കരുതി ആ വ്യക്തിക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾ കരുതരുത്. ആ വ്യക്തിയുടെ മനസ്സ് അക്കാര്യത്തിൽ ചെറുതാണ്. വിശാലമായ ചിന്താഗതിയോ വിശാലമായ ചിന്തയോ ആ വ്യക്തിക്കില്ല. എല്ലാം താൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് മാത്രം വിശ്വസിക്കുന്നു. അതിനേക്കാൾ വലുതായ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമുണ്ട്. താൻ ചെറുതായാൽ തനിക്ക് താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട്. അങ്ങനെ ആ വ്യക്തി അതിനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി പുറകെ വരികയുമാണ്. പക്ഷേ പുറകെ വരുന്നത് മനസ്സുകൊണ്ടാണ്. ഫിസിക്കലി അല്ലെങ്കിൽ ശരീരം കൊണ്ട് ആ വ്യക്തി അത് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം നിങ്ങളെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തി അത് അറിയിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. പിന്നെ ജീവിതത്തിൻ്റെ ബാഹ്യ ഭൗതിക സൗകര്യങ്ങൾ ഒരുപാട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങൾ തനിക്കെപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരം സൗകര്യങ്ങൾ തനിക്ക് ഏറ്റവും വേഗം എപ്പോഴും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിനു വേണ്ടിയുള്ളൊരു ഓട്ടമാണ്. ഭൗതികമായ ജീവിത നേട്ടങ്ങൾ ഇല്ലെങ്കിൽ തന്നെ ആരും സ്നേഹിക്കില്ല, തന്നെ ആരും മനസ്സിലാക്കില്ല, തന്നെ ആരും അംഗീകരിക്കില്ല എന്ന് ആ വ്യക്തി കരുതുന്നു. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധതയെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധത നിലനിൽക്കാനും അത് എന്നെന്നും നിലനിർത്തി മുന്നോട്ട് പോകാനും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിക്ക് അത് കഴിയേണ്ടതാണ്. ആ വ്യക്തി നിങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയതുപോലെ നിർഭാഗ്യവശാൽ ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. നിങ്ങൾ ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് വഴക്കടിക്കുമ്പോൾ, ഞാൻ ഈ വ്യക്തിയാണോ സ്നേഹിക്കുന്നത്, ഞാൻ ഈ വ്യക്തി ഇങ്ങനെയല്ലല്ലോ കണ്ടത്, എൻ്റെ നല്ല മനസ്സ് ഈ വ്യക്തി എന്തുകൊണ്ട് കാണുന്നില്ല, ഞാൻ പറയുന്നത് യഥാവിധി എടുക്കുന്നില്ല, എന്നെ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്, എന്നെ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് ഇത്ര കാലമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിത്യാദി ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് ശരിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ വിശാലത കുറവ് കൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ മറക്കുവാനോ തള്ളിക്കളയാനോ കഴിയില്ല. കാരണം ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും അകന്ന് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. എപ്പോഴും ആ വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അതല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാനും കഴിയില്ല. അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.